അപ്പോൾ നമ്മൾ വളരെയധികം ആകാംക്ഷയോട് കാത്തിരുന്ന നമ്മുടെ ഈ വർഷത്തെ SSLC റിസൾട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി അല്പം മുമ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അല്ലേ. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ നല്ല ഗ്രേഡുകൾ എല്ലാവർക്കും ലഭിച്ചു എന്നറിയാൻ കഴിഞ്ഞു. അതിൽ വളരെയധികം സന്തോഷം. അപ്പോൾ നമുക്ക് കിട്ടിയ ഗ്രേഡുകൾ നാം അറിഞ്ഞു. ഇനി നമുക്ക് ഓരോരുത്തർക്കും ടോട്ടൽ നമുക്ക് എത്ര ശതമാനം മാർക്ക് ലഭിച്ചു എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഓരോ ഗ്രേഡ് നേടിയ കുട്ടികൾക്കും ഒരു പോയിന്റുകൾ വീതമുണ്ട്. അതായത് A+ നേടിയ ഒരു കുട്ടിക്ക് കിട്ടുന്നത് 9 പോയിന്റാണ്. A ഗ്രേഡ് നേടിയ കുട്ടിക്ക് കിട്ടുന്നത് 8 പോയിന്റുകളാണ്. അതുപോലെ തന്നെ B+ നേടിയ കുട്ടിക്ക് കിട്ടുന്നത് 7 പോയിന്റ്, B ഗ്രേഡ് നേടിയ കുട്ടിക്ക് കിട്ടുന്നത് 6 പോയിന്റ്, C+ കിട്ടിയ കുട്ടിക്ക് കിട്ടുന്നത് 5 പോയിന്റ്, C ഗ്രേഡ് കിട്ടിയ കുട്ടിക്ക് കിട്ടുന്നത് 4 പോയിന്റ്, D+ കിട്ടിയ കുട്ടിക്ക് ലഭിക്കുന്നത് 3 പോയിന്റാണ്, D നേടിയ കുട്ടിക്ക് കിട്ടുന്നത് 2 പോയിന്റ്, E ഗ്രേഡ് നേടിയ കുട്ടിക്ക് ലഭിക്കുന്നത് 1 പോയിന്റ്. അതായത് ഇതാണ് നമുക്ക് ലഭിക്കുന്ന ഗ്രേഡ് പോയിന്റുകൾ. ഇനി നമുക്ക് ലഭിച്ച പേഴ്സൻറ്റേജ് അറിയണമെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. നമുക്ക് ലഭിച്ച പേഴ്സൻറ്റേജ് ഈക്വൽ ടു ടോട്ടൽ ഗ്രേഡ് പോയിന്റ്. നമുക്ക് ലഭിച്ച ടോട്ടൽ ഗ്രേഡ് പോയിന്റ് ബൈ 90 × 100. ഇങ്ങനെയാണ് നമുക്ക് ലഭിച്ച പേഴ്സൻറ്റേജ് നമ്മൾ കണക്കൂട്ടേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് മുഴുവൻ വിഷയങ്ങളിലും A+ കിട്ടിയ ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് കിട്ടിയ ഗ്രേഡ് പോയിന്റ് എന്ന് പറയുന്നത് 10 വിഷയങ്ങളുണ്ട് അല്ലേ. 10 മുഴുവൻ വിഷയങ്ങളിലും A+ ആണ്. അപ്പോൾ 10 × 9 = 90. അപ്പോൾ ആ കുട്ടിക്ക് ലഭിച്ച ഗ്രേഡ് പോയിന്റ് 90 മാർക്കാണ്. ഇനി നമുക്ക് പേഴ്സൻറ്റേജ് കാണണമെങ്കിൽ ടോട്ടൽ ഗ്രേഡ് പോയിന്റ് അതായത് 90 ബൈ 90 × 100, അതായത് 100% ആ കുട്ടിയുടെ പേഴ്സൻറ്റേജ്. ഇനി ഒരു കുട്ടിക്ക് നമ്മൾ വിചാരിക്കുക ഒരു 6 A+ ലഭിച്ചു എന്ന് വിചാരിക്കുക. ഒരു 2 A കിട്ടിയ ആ കുട്ടിക്ക് ഒരു B കിട്ടി, ഒരു B+ കിട്ടി, ഒരു B കിട്ടിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ കുട്ടിക്ക് ലഭിച്ച പേഴ്സൻറ്റേജ് എത്രയായിരിക്കും? അപ്പോൾ നമുക്ക് നോക്കാം. 6 A+ അല്ലേ. അപ്പോൾ 6 × A+ന് 9 ആണ് പോയിന്റ്. അപ്പോൾ 54. ഇനി 2 A ആണ്. 2 × 8, അതായത് 16 പോയിന്റ് ലഭിച്ചു. ഇനി ഒരു B ആണ്, അതായത് 1 × അപ്പോൾ 1 × 7 7, അതായത് B+ന് 7 പോയിന്റ് ആണ്. ഇനി ഒരു B ആണ്. 1 × Bക്ക് 6 പോയിന്റ് = 6. അപ്പോൾ ഈ കുട്ടിക്ക് കിട്ടിയ മൊത്തം പോയിന്റുകൾ 3 8 83 പോയിന്റുകളാണ് ഈ കുട്ടിക്ക് ലഭിച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ കുട്ടിക്ക് ലഭിച്ച പേഴ്സൻറ്റേജ് മാർക്ക്, മൊത്തം ലഭിച്ച മാർക്ക് 83 പോയിന്റുകൾ 83 ബൈ 90 × 100 = 92.2% മാർക്കാണ് ഈ കുട്ടിക്ക് ലഭിച്ച മാർക്കുകൾ. അപ്പോൾ ഇനി നിങ്ങൾക്ക് കിട്ടിയ പേഴ്സൻറ്റേജ് ഒന്ന് കണക്ക് കൂട്ടി ഒന്ന് കമൻറ്റ് ചെയ്യൂ.